गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां വന്ദേ ഗുരുപരംപരാം. നമ്മൾ ഈ വർഷം ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷര ബ്രഹ്മയോഗത്തെ അധികരിച്ചുകൊണ്ടാണ് അടുത്ത കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ വ്യാഖ്യാനവും ഈ ശ്ലോകങ്ങൾ കാണാതെ ചൊല്ലിപ്പഠിക്കുക തുടങ്ങിയ കാര്യക്രമങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ശ്ലോകങ്ങൾ ഒന്ന് മുഴുവനായിട്ട് ചൊല്ലാം. അപ്പോൾ ഞാൻ ചൊല്ലിത്തരും, നിങ്ങൾ ഏറ്റു ചൊല്ലണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ചൊല്ലിത്തരും, നിങ്ങൾ ഏറ്റു ചൊല്ലണം. അർജുന ഉവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമാ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിമുച്യത്തെ അതിയജ്ഞഃ കഥം ഗോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. ശ്രീഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരോ വിസർഗഃ കർമ്മ സംജ്ഞിതഃ അതിഭൂതം ക്ഷരോ ഭാവഃ പുരുഷശ്ചാദിദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധിർ മാമേ വൈഷ്യസ്യ സംശയഃ. അഭ്യാസയോഗയുക്തേന ചേതസാനന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ കവിം പുരാണാമനുശാസിതാരം അണോരണീയാ സമനുസ്മരേദ്യഃ സർവസ്യ ദാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താദ്
प्रयाणकाले मनसाचलेन भक्त्या युक्तो योगबलेन चैव भ्रुवोर्मध्ये प्राणमावेश्य सम्यक् सतं परं पुरुषमुपैति दिव्यम् यदक्षरं वेदविदो वदन्ति विशन्ति यत्तद्यो वीतरागाः यदिच्छन्दो ब्रह्मचर्यं चरन्ति तत्ते पदं संग्रहेण प्रवक्ष्ये सर्वद्वाराणि संयम्य मनोहृदि निरुध्य च मूर्धन्यादायमात्मनः प्राणमस्तिदो योगधारणाम् ओमित्येकाक्षरं ब्रह्म व्याहरन् मामनुस्मरन् यप्रयाति त्यजन् देहं स याति परमां गतिम् अनन्यचेता सततं यो मां स्मरति नित्यशः तस्याहं सुलभः पार्थ नित्ययुक्तस्य योगिनः मामुपेत्य पुनर्जन्म दुःखालयमशाश्वतम् नाप्नुवन्ति महात्मानः संसिद्धिं परमां गताः आब्रह्मभुवनाल्लोकाः पुनरावर्तिनोऽर्जुन मामुपेत्य तु कौन्तेय पुनर्जन्म न विद्यते सहस्रयुगपर्यन्तम् अहर्यद्ब्रह्मणो विदुः रात्रिं युगसहस्रान्ताम् तेहोरात्रविदो जनाः अव्यक्ताद्व्यक्तयः सर्वाः प्रभवन्त्यहरागमे रात्र्यागमे प्रलीयन्ते तत्रैवाव्यक्तसंज्ञके भूतग्रामस एवायम् भूत्वा भूत्वा प्रलीयते रात्र्यागमे वशः पार्थ प्रभवत्यहरागमे परस्तस्मात्तु भावोऽन्य अव्यक्तो व्यक्तः सनातनः यः सर्वेषु भूतेषु नश्यत्सु न विनश्यति अव्यक्तोऽक्षर इत्युक्तम् तामाहु परमां गतिम् यं प्राप्य न निवर्तन्ते तद्धाम परमं मम पुरुषः स परः पार्थ भक्त्या लभ्यस्त्वनन्यया यस्यान्तस्तानि भूतानि येन सर्वमिदं ततम्
യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതാ യാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. അഗ്നിർജ്യോതിരഃ ശുക്ല ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചന്ദ്രമസം ജ്യോതിർ യോഗീ പ്രാപ്യ നിവർത്തതേ. ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ ജഗദശ്ശാശ്വതേ മതേ. ഏകയാതാന്യനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗീ മുഹ്യതി കശ്ചന. തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം. അത്യേതി തത്സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. ഹരി ഓം. ഇവിടെ തന്നെ കസ കിട്ടിരുന്നു അവിടെ തന്നെ ഓഫാണല്ലോ. ഓഫാണ്. ഇത് ഓഫാണ്. ആ കൊടുത്തോ കൊടുത്തോ. ആ ശരി, ഒരെണ്ണം മതിയാ. ഈ വർഷത്തെ ജ്ഞാനയജ്ഞത്തിന് വളരെയേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈ ഭാഗത്തു നിന്നൊക്കെ പതിവായിട്ട് വന്നുകൊണ്ടിരുന്ന സംഭാവനകളൊന്നും എത്തിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കുട്ടികളത് കേട്ടിരിക്കണം. ഇത് അടങ്ങി ഒതുങ്ങി കേട്ടിരിക്കാൻ പറ്റാത്തവർ വീട്ടിലോട്ട് പോയിക്കും. ഉച്ച സമയത്ത് വന്നാൽ മതി. ഇരിക്കുകയാണെങ്കിൽ ഇത് കേട്ടിരുന്നോളാം. അപ്പോൾ ഒന്നും വെള്ളപ്പൊക്കം, അപ്പോൾ ഇതിൻ്റെ സാമ്പത്തികതയെല്ലാം ബാധിച്ചിട്ടുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്വൈതാനന്ദ സ്വാമിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. ഈ ഹാർട്ടിന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഹൃദയത്തിൻ്റെ അകത്ത് ചെറിയ യന്ത്രങ്ങൾ, 3 ചെറിയ യന്ത്രങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രക്തമൊക്കെ ശരിക്കും ഓടണമെങ്കിൽ യന്ത്രം വേണം. പിന്നെ മരുന്നുകൾ കഴിക്കണം.
അപ്പം ഇങ്ങനെ കുറച്ച് ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ യജ്ഞം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അച്ചടക്കത്തോടു കൂടി ഇരിക്കണം. ഈ യജ്ഞശാലയിൽ വന്നാൽ നിങ്ങൾ അച്ചടക്കത്തോടു കൂടി ഇരിക്കുക. അച്ചടക്കത്തോടു കൂടി ഇരിക്കാൻ പറ്റാത്ത ആളുകൾ വീട്ടിൽ പോയി കളിക്കുകയോ കിടന്നുറങ്ങുകയോ എന്ത് വേണം ചെയ്തോ. ഉച്ച സമയത്ത് വന്നാൽ മതി. അപ്പോൾ വിദ്യാദാനമായിട്ട് കൊടുക്കുന്നു, അന്നം ദാനമായിട്ട് കൊടുക്കുന്നു. അപ്പം വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരുന്നോ. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ഇവിടെ മറ്റുള്ളവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധാപൂർവം കേൾക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഇരിക്കണം. ഇത് ശ്രദ്ധാപൂർവം പഠിക്കുന്നവരുണ്ട്, അവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഇരുന്നോളണം. ചിലർക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല, വെറുതെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ വെറുതെ വന്നിരിക്കുന്നവർ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധാപൂർവം പഠിക്കുന്നവരുടെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വെള്ളം കൂടി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചിരിക്കാനും ചിന്തിക്കാനും ഉള്ളൊരു വിഷയം, ഒരു കാര്യം പറയാം. ഇത് ലോകത്ത് എല്ലാവർക്കും, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ലോകത്തെല്ലാവർക്കും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഭൂമി മൊത്തം എടുത്ത് പരിശോധിച്ചാൽ 99% ആളുകൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെന്താണ്? അത് അധർമ്മത്തെ ധർമ്മമായിട്ട് തെറ്റിദ്ധരിക്കുക. അപ്പം ധർമ്മം എന്ത്, അധർമ്മം എന്ത്, സത്യമെന്ത്, അസത്യമെന്ത്, നീതി എന്ത്, അനീതി എന്ത്, ഇങ്ങനെ ഒറ്റപ്പെടുത്തി അറിയാൻ ബുദ്ധിമുട്ട് ആളുകൾക്ക് അനുഭവപ്പെടുകയും അങ്ങനെ അധർമ്മത്തെ ധർമ്മമായിട്ട് കാണുന്നു, അസത്യത്തെ സത്യമായിട്ട് കാണുന്നു, നീതിയെ അനീതിയായിട്ട് കാണുന്നു. ഇങ്ങനെ ഒരു വലിയൊരു കുഴപ്പം ഈ ഭൂമിയിൽ എവിടെ പോയാലും ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് മര്യാദ ഇല്ലാത്ത കുട്ടികൾക്ക്, അച്ചടക്കം മര്യാദ ഇല്ലാത്ത കുട്ടികൾ, അവർ അധർമ്മത്തെ ധർമ്മമായിട്ട് കാണും. അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അതിന് നേരെ എതിരായിട്ട് ചിന്തിക്കും. അത് അങ്ങനെ ഒരു ചീത്ത സ്വഭാവം പല കുട്ടികൾക്കും ഉണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുകൾക്കും ഉണ്ട്. ഒരു നടന്ന സംഭവം പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് യഥാർത്ഥത്തിൽ നടന്നതല്ല, ഇത് സ്വാമി സങ്കല്പിച്ച് പറയുന്നതാണ്, കഥയാണെന്ന് നിങ്ങൾ പറയും. പക്ഷെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. നടന്ന സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ വടക്കഞ്ചേരി തന്നെയാണ് സംഭവം നടന്നത്. അവിടെ വടക്കഞ്ചേരി കുറച്ചങ്ങോട്ട് തൃശ്ശൂർക്ക് പോകുന്ന വഴി അവിടെ 2 വലിയ ഹോട്ടലുകളുണ്ട്. ഒന്ന് ഡയാന, ഒന്ന് ആര്യാസ്. അപ്പം ഞാൻ ഒരു ദിവസം ആര്യാസിൽ ഒരു ചായ കുടിക്കാൻ പോയി. അപ്പോൾ അവിടെ ഇരുന്നിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഡയാന ഹോട്ടലിലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടെ വന്നു. അവിടെ ചായ കുടിക്കാൻ വന്നു. ഡയാനയിൽ ചായയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ചായക്ക് 20 രൂപയാണെങ്കിൽ ഇവിടെ ചായക്ക് 10 രൂപയാണ്.
അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഡയാനയെന്ന് അവിടുത്തെ ഡയാനയിലെ സെക്യൂരിറ്റി ഗാർഡ് ചായ കുടിക്കാനായിട്ട് ആര്യാസിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇരുന്ന ടേബിളിൻ്റെ അടുത്താണ് ഇദ്ദേഹം ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് എന്താണ്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ മംഗലത്ത് നൊച്ചിപ്പറമ്പിൽ ഒരു സ്ഥാപനം, ഒരു വേദാന്ത വിദ്യാലയം നടത്തുന്ന ആളാണ്. അങ്ങനെ പരിചയപ്പെട്ടു. ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പണമൊക്കെ പിരിച്ചാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് എന്നോട് പറഞ്ഞു, അതവിടെ വയ്ക്കും അവിടെ വയ്ക്കും അവിടെ വയ്ക്കും. ആ സെക്യൂരിറ്റി ഗാർഡ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡയാനയുടെ ഡയറക്ടറെ ഒന്ന് കാണണം. ആ ഡയറക്ടർ അവിടെ ഉണ്ട്. ഡയാനയുടെ ഡയറക്ടറെ ഒന്ന് കാണാം. അദ്ദേഹം നല്ല മൂഡിലാണെങ്കിൽ ചിലപ്പോൾ സംഭാവനയൊക്കെ തരും. ഒത്തിരി മയമുള്ള ആളാണ്. അങ്ങനെ ഞാൻ ആര്യാസ് ഹോട്ടലിൽ നിന്നും തൊട്ടടുത്ത് തന്നെയാണ് ഡയാന ഹോട്ടലിലെത്തി. അവിടെ പോയിട്ട് റിസപ്ഷനിലിരുന്നു. അപ്പോൾ അവിടെ ആ റിസപ്ഷൻ്റെ ഒരു വാതിലിലൂടെ ഞാനിങ്ങനെ കാണുന്നുണ്ട്, അവിടെ അരൻ്റെ വെളിച്ചത്തിലിരുന്ന ആളുകൾ കള്ളെല്ലാം കുടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റിസപ്ഷനിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങ് വന്നു. ആ ആളിച്ചിരി കുടിച്ചിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ശ്രദ്ധിച്ച് കേട്ടോളണം. ഇത് നിങ്ങൾക്ക് ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും സത്യവും അസത്യവും എങ്ങനെ ഒറ്റപ്പെടുത്തി അറിയണം എന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്, നടന്ന സംഭവമാണത്. അങ്ങനെ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഈ ദൈവസന്നിധിയിൽ ചെകുത്താനെ നിനക്കെന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ മദ്യശാലയാണത്. ആ ആളുടെ കാഴ്ചപ്പാടിൽ അത് ദൈവസന്നിധിയാണ്. ആ ആൾ എന്നോട് ചോദിക്കുകയാണ്, ഈ ദൈവസന്നിധിയിൽ ചെകുത്താനെ നിനക്കെന്താ കാര്യം? അപ്പോൾ ആൾ കുടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പോൾ അപ്പോൾ കള്ളുകുടിയന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ചൂടാവാത്ത രീതിയിൽ സംസാരിക്കണം. അവർ കള്ളുകുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കള്ളുകുടിച്ച പോലെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അവർ ചൂടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ ഡയറക്ടറെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കി, ആളിപ്പോൾ വരും. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മദ്യശാലയെ ദൈവസന്നിധിയായിട്ട് ആളുകൾ കാണുകയാണ്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രതിനിധി, ഒരു സ്വാമി അവിടെ ചെല്ലുമ്പോൾ ആ ആളെ ചെകുത്താനായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. പിന്നീട് അതിൻ്റെ ഡയറക്ടർ വന്നു. ഞാൻ കുറച്ച് നേരം അദ്ദേഹം കള്ളൊന്നും കുടിച്ചിട്ടില്ല, മാന്യമായിട്ട് സംസാരിച്ചു. എന്താണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, സംഭാവന എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, എവിടെയാണ് എന്താണ്, അതൊക്കെ കൊടുത്തു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല, അതൊക്കെ വിട്ട് കളഞ്ഞു. അപ്പോൾ ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാനിതിങ്ങനെ എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അപ്പോൾ അധർമ്മത്തെ ധർമ്മമായിട്ട് മനുഷ്യൻ കാണുന്നു, നീതിയെ അനീതിയായിട്ട് കാണുന്നു, അസത്യത്തെ സത്യമായിട്ട് കാണുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രമാദം, ഒരു പിശക് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? നിങ്ങൾ പുതിയ തലമുറയിലുള്ളവർ ധർമ്മമെന്ത് അധർമ്മമെന്ത്, നീതി എന്ത് അനീതി എന്ത്, സത്യമെന്ത് അസത്യമെന്ത് എന്നൊക്കെ ഒറ്റപ്പെടുത്തി ചിന്തിച്ച് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഇണങ്ങുന്ന രീതിയിൽ ജീവിക്കണം. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും.
ഉം. അപ്പം ഇത് വളരെ ഒരു അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ്. പിന്നെ ഇവിടെ ക്ലാസ്സുകളുടെ ഭാരം, ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാരം നമ്മുടെ അനന്തര അവകാശിയായി വന്നിരിക്കുന്ന ഈ ബ്രഹ്മചാരി ശാന്ത ചൈതന്യയൊക്കെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ക്ലാസ് എടുത്തതിന് ശേഷം ബാക്കി ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പല രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. ശ്ലോകങ്ങൾ നിങ്ങൾ കുറച്ചൊക്കെ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. ഇത് വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കുക. എന്താണ് വേണ്ടത്? വിശദീകരിക്കുന്നത് കേട്ടിരിക്കണം. ഞാൻ കുറച്ച് നേരം സംസാരിക്കുകയുള്ളൂ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കൂടുതൽ സമയവും വിശ്രമമാണ്. എൻ്റെ കർമ്മ ഭാരങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. 8-ാം അധ്യായം. അധ്യായത്തിൻ്റെ പേര് പേരെന്താണ്? എല്ലാവരും ഉറക്കെ പറയൂ. അൻസാർ പറയൂ. അൻസാറിന് ഇത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ, ഉച്ചയാകുമ്പോൾ വന്നാൽ മതി. അധ്യായത്തിൻ്റെ പേരെന്നും കൂടി പറയൂ. അക്ഷരം എന്ന് പറയുമ്പോൾ സാധാരണ എഴുതാനുള്ള അക്ഷരമാണ് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നത്. ഇപ്പം ഇവിടെ അക്ഷരം എന്ന് പറയുന്നത് നശിക്കാത്തത്. നശിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് പേരാണ് അക്ഷരം. അക്ഷയ എന്ന് കേട്ടിട്ടുണ്ടോ? അക്ഷയ. അക്ഷരം, അക്ഷയ, നശിക്കാത്തത്. നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അക്ഷര ബ്രഹ്മ യോഗം. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ പേരിൽ തന്നെ പറയുകയാണ്, ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം, അള്ളാഹു എന്നെല്ലാം പറയുന്നത് അക്ഷരമാണ്, നശിക്കാത്തതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ശാസ്ത്ര വിചാരം, അതിനെപ്പറ്റിയുള്ള ഒരു പഠനം, അതാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞു, ഒരു 7 ദിവസത്തേക്ക് ഇവിടെ ഒരു ഗുരു ശിഷ്യ സംവാദം നടക്കുകയാണ്. 7 ദിവസത്തേക്ക് അവിടെ ഇരിക്കുന്നവരെല്ലാം അർജുനന്മാർ. ഇവിടെ ഇരുന്ന് ക്ലാസ് നടത്തുന്ന ആൾ കൃഷ്ണൻ. അപ്പോൾ ഒരു ഗുരു, പിന്നെ കുറേ ശിഷ്യന്മാർ. അങ്ങനെ ഗുരു ശിഷ്യ, ഞങ്ങളൊക്കെ അർജുനന്മാർ തന്നെ. സ്ത്രീകളും പെൺകുട്ടികളും അർജുനന്മാർ തന്നെ. അർജുനന്മാരും അർജുനത്തികളും പോരെ. അപ്പോൾ ഒരു ഗുരു ശിഷ്യ സംവാദം നടക്കുകയാണ്. ഗുരു ശിഷ്യ സംവാദത്തിലൂടെയാണ് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് ഗണിതശാസ്ത്രം പോലെയാണ്. ഗണിതശാസ്ത്രം 2 × 2 എത്രയാണ്? 4. ഇന്നലെ എത്രയായിരുന്നു? 2 × 2 4 തന്നെ. നാളെ 4 തന്നെ. അത് മാറ്റാൻ പറ്റുമോ? ആർക്കും മാറ്റാൻ പറ്റൂല. അത് LDFനും UDFനും BJPക്കും എല്ലാം ഒരുപോലെ തന്നെയാണ്. കറുത്ത ആളുകൾക്കും വെളുത്ത ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ, അല്ലെങ്കിൽ ഒരുപോലെ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപോലെ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് ഗണിതശാസ്ത്രം. അതാർക്കും മാറ്റാൻ പറ്റൂല. അതുപോലെ ഗുരുശിഷ്യ സംവാദത്തിലൂടെ ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അൻസാറിന് ക്ലാസ് ഇഷ്ടമല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഇത് പഠിക്കാം. ഗണിതശാസ്ത്രം എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ.
അതുപോലെ പഠിക്കേണ്ട ഒരു കാര്യമാണത്. അക്ഷര ബ്രഹ്മ യോഗം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ശ്വസിക്കുന്ന വായു തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളും ശ്വസിക്കുന്നത്, ഇല്ലേ? ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശ്വസിക്കുന്ന വായു ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്, മൂല്യ വിവേചനം ചെയ്യുന്നത് ഒരുപോലെയല്ല. മനസ്സിലായ? നമ്മളെല്ലാവരും മൂല്യ വിവേചനം ചെയ്യുന്നത് ഒരുപോലെയല്ല. ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ ദയവായി ക്ലാസ് വിട്ടു പോകണം. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾ. അപ്പോൾ എല്ലാവരും ശ്വസിക്കുന്ന വായു ഒന്നാണെങ്കിലും മൂല്യ വിവേചനം ചെയ്യുന്നത് ഒരുപോലെയല്ല. ഇപ്പോൾ കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് ഇവിടെ തൂപ്പുകാരി വല്യമ്മ വന്നപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. ക്ലാസ് എടുക്കാൻ നിങ്ങൾ അനുവദിക്കില്ല, നിങ്ങൾ ഇതിന് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, തകർക്കാൻ വന്നിരിക്കുന്നവരാണ്. തൂപ്പുകാരി വല്യമ്മ വന്നപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. വല്യമ്മേ, ഈ ദൈവമാണോ മുകളിൽ, പൈസയാണോ മുകളിൽ? അപ്പോൾ വല്യമ്മ പറഞ്ഞ് ഏറ്റവും മുകളിൽ ദൈവമാണ്, പൈസ അതിൻ്റെ താഴെയാണെന്ന് പറഞ്ഞു. വേറെ ആളോട് ഞാൻ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പോൾ ആ ആൾ പറഞ്ഞു ഏറ്റവും മുകളിൽ പൈസയാണ്, ദൈവമൊക്കെ അതിൻ്റെ താഴെയാണെന്ന്. അപ്പോൾ എല്ലാവരും മൂല്യ വിവേചനം ചെയ്യുന്നത് ഒരുപോലെയല്ല. കുറച്ച് ദിവസം മുമ്പ് ഒരു ചെറിയ കുട്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ വന്നാൽ എന്ത് കിട്ടും? ഇവിടെ വന്നാൽ സ്വാമി ഒരു ബിസ്ക്കറ്റ് തരും, പിന്നെ എന്തൊക്കെ തരും? ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ കൺമുമ്പിൽ കാണുന്നത് ഒരു ബിസ്ക്കറ്റ് മാത്രമാണ്. അപ്പോൾ ബിസ്ക്കറ്റിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അത് ചെറിയ കുട്ടിക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അക്ഷര ബ്രഹ്മയോഗം നശിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അത് സാധാരണ പറയാൻ കഴിയുക ക്രാന്തദർശികൾക്കായിരിക്കുള്ളൂ. ക്രാന്തദർശനം എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ കാണുന്നതാണെന്ന് പറയാം. അന്തർദർശനം, ഇൻഡ്യൂഷണൽ അവയർനെസ്. അപ്പം അതുകൊണ്ടാണ് അപ്പോൾ സാധാരണ ഒരു ചെറിയ കുട്ടി ഇവിടെ വന്നാൽ അവൻ കാണുന്നത് എന്താണ്? സ്വാമി ഒരു ബിസ്ക്കറ്റ് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടിയോ മിഠായോ എന്തെങ്കിലും കൊടുക്കും. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ബ്രഹ്മവിദ്യ ഒന്നും അവൻ കാണുന്നില്ല, അവൻ കാണാൻ കഴിയില്ല, ചെറിയ കുട്ടിയാണല്ലോ. അപ്പം നിങ്ങൾക്ക് തരാനും പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനക്കണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്ഷരമായിട്ടുള്ള നശിക്കാത്തതായിട്ടുള്ള ഒരു സദ്വസ്തുവിനെ പറ്റി, എന്നും നിലനിൽക്കുന്ന ഒരു സത്യത്തെ പറ്റിയാണ് പറയുന്നത്. അർജുന ഉവാച, അത് തുടങ്ങുന്നതാണ്. ഈ അധ്യായം തുടങ്ങുന്നത് അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, അർജുനൻ ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു. കിം തദ് ബ്രഹ്മ? ഈ ദൈവം അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, വെളുപ്പിനെ 5 മണിക്ക് അല്ലാഹു അക്ബർ എന്നാണ് ഈ പരിസരവാസികൾ ആദ്യം കേൾക്കുന്നത്. കുറച്ച് അമ്പലത്തിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, അപ്പോൾ കൃഷ്ണ കൃഷ്ണ എന്നൊരു ശബ്ദം കേൾക്കുന്നു. കുറച്ചപ്പുറത്ത് സ്വാമിയേ ശരണം അയ്യപ്പോ, അപ്പുറത്ത് അയ്യപ്പനെ വിളിക്കുന്നു. അപ്പോൾ ഈ പരിസരവാസികൾ രാവിലെ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു, അല്ലാ കൃഷ്ണ അയ്യപ്പ അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെന്താണത്? അത് ആ ശബ്ദം
അതൊരു ഒരു ഇൻഡിക്കേറ്റർ പോലെ, അതൊരു ഒരു 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 ചൂണ്ടുപലക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി അബ്സല്യൂട്ട്. അത് ഒരു പരമമായ സത്യത്തിൻ്റെ പ്രതീകമാണ്. ശബ്ദ പ്രതീകം. അപ്പോൾ അള്ളാഹു അല്ലെങ്കിൽ കൃഷ്ണ, അയ്യപ്പ, ഗുരുവായൂരപ്പ എന്നൊക്കെ ഉള്ള ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ശബ്ദം, അതിൻ്റെ പിന്നിൽ ഒരു സദ്വസ്തു ഉണ്ട്, ദൈവമുണ്ട്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, നിങ്ങൾ മര്യാദക്ക് ജീവിക്കണം, നിങ്ങൾ കള്ളു കുടിച്ച് റോട്ടിൽ കടന്ന് അടി കൂടരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ മനസ്സിലാക്കിക്കോളാം, ഇത് ദൈവികമായ കാര്യമാണ്, ദൈവമുണ്ട്, നമ്മൾ മോക്ഷത്തിൽ വിശ്വസിക്കണം, മര്യാദക്ക് ജീവിക്കണം, കള്ളു കുടിച്ച് റോട്ടിൽ കിടന്ന് അടികൂടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് രാവിലെ തന്നെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ദൈവത്തിനെ വിളിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഒന്നുണ്ടോ, അള്ളാഹു ഉണ്ടോ, ദൈവം ഉണ്ടോ, ഇതൊക്കെ എന്തിനാണ് എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനുള്ള മതപരമായിട്ടുള്ള സാംസ്കാരികമായ വളർച്ചയില്ല. ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ വന്ന് എന്ത് കിട്ടും? സ്വാമി ഒരു ബിസ്ക്കറ്റ് തരും. കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിം ഉച്യതേ. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, കിം തദ് ബ്രഹ്മ, ഈ അള്ളാഹു ദൈവം എന്നൊക്കെ പറയുന്നുള്ളൂ, എന്താണത്? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണം. ഇപ്പോൾ ബ്രഹ്മവിദ്യ, അങ്ങനെ ദൈവത്തെ പറ്റിയിട്ടുള്ള വിദ്യ, മോക്ഷശാസ്ത്രം നമ്മൾ അധ്യയനം ചെയ്യുകയാണ്, നമ്മൾ പഠിക്കുകയാണ്, ഗണിതശാസ്ത്രം പഠിക്കുന്ന പോലെ പഠിക്കുകയാണ്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ ഈ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെനിക്ക് പറഞ്ഞു തരണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, പക്ഷേ അതിനെപ്പറ്റിയൊന്നും അറിവൊന്നുമില്ല. അതിനെപ്പറ്റി പറഞ്ഞെനിക്ക് ആ ബ്രഹ്മം എന്താണ്, ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? അധ്യാത്മം കിം, അധ്യാത്മം ആത്മീയത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മീയത, അധ്യാത്മം കിം. കർമ്മ കിം, കർമ്മം എന്നാൽ എന്ത്? കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കുന്നു, പന്ത് കളിക്കുന്നു, ഇങ്ങനെ ഇതൊക്കെയാണോ കർമ്മം എന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിഭൂതം എന്ന് പറയപ്പെട്ടത് എന്താണ്? അധിഭൂതം. ഭൂതം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പേടിക്കും ഇല്ലേ? അധിഭൂതം എന്നാൽ എന്താണ്? കിം അധിദൈവം ഉച്ചതേ, എന്തിനെയാണ് അധിദൈവം എന്ന് പറയുന്നത്? അധിദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ അധിയജ്ഞനാരാണ്? യജ്ഞം നടത്തുന്നത് എന്തിനാണ് സുന്നത്ത് സ്വീകരിക്കുന്നത്, എന്തിനാണ് നിസ്കരിക്കുന്നത്, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? ഇവിടെ ഈ അന്നദാനമൊക്കെ നടത്തുന്നത് എന്തിനാണ്? യജ്ഞം നടത്തുന്നത് എന്തിനാണ്? ഇതെന്താണിത്? അധിയജ്ഞൻ ആരാണ്? അല്ലയോ കൃഷ്ണ. അപ്പോൾ ഒരു ഗുരുവിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഗണിതശാസ്ത്രം അറിയാവുന്ന ഒരു ഗുരുവിനോട് ചോദിക്കുകയാണ്, 12 എത്രയാണ്? അപ്പോൾ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരും, 12 24. അപ്പോൾ അത് പഠിക്കുന്നു. ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പോകാം. നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് ക്ലാസ് എടുക്കുന്നത്. ഇത് ക്ലാസ് റെക്കോർഡ് ചെയ്യുകയാണ്. അത് കുഴപ്പമില്ല. കറണ്ട് വരട്ടെ. സുരാജേ, നേരെ നോക്കിയിരിക്കടാ. എല്ലാവരും നേരെ നോക്കിയിരി. ആദ്യം നേരെ നോക്കിയിരിക്കാൻ പഠിക്കണം. നട്ടെല്ലൊക്കെ നിവർത്തി നേരെ നോക്കിയിരിക്കാൻ പഠിക്കണം. കുട്ടികളൊക്കെ കൂടുതൽ സമയം കളിക്കുകയാണല്ലോ.
അപ്പോൾ കളിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്, കൂടുതൽ നേരം കളിക്കുക. അപ്പോൾ കുറച്ച് നേരം ഒതുങ്ങിയിരിക്കാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എന്താണ്? ശീലം കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരുന്നുള്ള ശീലമില്ല. അപ്പോൾ ഇച്ചിരി ഇങ്ങനെ ബലം പിടിക്കേണ്ടി വരും, ഇങ്ങനെ ബലം പിടിച്ചിരിക്കണം. അപ്പോൾ ഈ ശീലങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എൻ്റെ ശീലം എന്ന് പറയുന്നത് കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒതുങ്ങിയിരിക്കാൻ പറയുമ്പോൾ ആ ശീലം നമ്മളെ ശല്യപ്പെടുത്തും. ആ ശീലം നിങ്ങളെ അസ്വസ്ഥരാക്കുകയാണ്. അപ്പോൾ ഒതുങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ട്, അതങ്ങ് പരിശീലിക്കണം. അത് കൂടുതൽ സമയം ഒതുങ്ങിയിരിക്കാൻ പഠിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമായിട്ടിങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുകയും വർത്താനം പറയുകയും തലയിട്ട് വെട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പറയൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അധ്യായത്തിൻ്റെ പേരെന്താണ്? ഹോട്ടലിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതായത് അതിനെയാണ് യൂണിവേഴ്സൽ എറർ. യൂണിവേഴ്സൽ എറർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മൊത്തം മനുഷ്യർക്കും ഒരു തെറ്റ് പറ്റിയിരിക്കുകയാണ്. അതെന്താണ്? അടിസ്ഥാനപരമായിട്ട് അധർമ്മത്തെ ധർമ്മമായിട്ട് കാണുകയും പിന്നെ അതിനനുസരിച്ചുള്ള വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണകൂടം തന്നെ മദ്യം ഉണ്ടാക്കുവാനും അത് കുടിക്കുവാനും കൊടുക്കുവാനും ലൈസൻസും രജിസ്ട്രേഷനും പോലീസ് സംരക്ഷണവും കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണകൂടം ധർമ്മേതരമാണ്. ധർമ്മത്തെ മാനിക്കണമെന്നില്ല എന്നാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ വരി ഇത് ധർമ്മേതര ജനാധിപത്യ ഭരണകൂടമാകുന്നു. സ്വതന്ത്ര പരമാധികാരമുള്ള ധർമ്മേതര. അത് ധർമ്മം പരിപാലിക്കണമെന്നില്ല, അത് ദൈവത്തിലും മോക്ഷത്തിലും വിശ്വസിക്കണമെന്നില്ല. പിന്നെ എന്തിനും വിശ്വസിക്കണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിക്കുന്ന 1500 കടലാസിൽ വിശ്വസിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്, അത് അംഗീകരിച്ചോളണം. അപ്പം ലോകം മൊത്തം ഇങ്ങനെ ഒരു അധർമ്മത്തിൽപ്പെട്ട് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലോകത്തെ പെട്ടെന്ന് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുമോ? അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നോട്ടടിക്കാനുള്ള യന്ത്രവും പോലീസുകാരും മാരകായുധങ്ങളും അധർമ്മത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പൗരാവകാശത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കടക്കം മദ്യപിക്കാനും പുകവലിക്കാനും ഒക്കെ ഉള്ള ലൈസൻസും രജിസ്ട്രേഷനും പോലീസ് സംരക്ഷണവും പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. കാരണം അത് ലോകത്തിൻ്റെ ഗതി അങ്ങനെയുണ്ട്. അധർമ്മത്തിൻ്റെ വഴിക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ രീതി പറഞ്ഞാൽ അധർമ്മത്തെ ധർമ്മമായിട്ട് തെറ്റിദ്ധരിക്കുകയും അതനുസരിച്ചുള്ള ലോക വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പുതിയ തലമുറയിലുള്ളവരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളെങ്കിലും ധർമ്മമെന്ത് അധർമ്മമെന്ത് നീതി എന്ത് അനീതി എന്ത് ചെകുത്താൻ ഏതാണ് ദൈവം ഏതാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ അദ്വൈതാനന്ദ സ്വാമി അവിടെ ചെന്നപ്പോൾ ആ കള്ളുടിയൻ പറഞ്ഞ് എന്താ ചെകുത്താനെ നിനക്ക് ഈ ദൈവസന്നിധിയിൽ കാര്യം? അപ്പോൾ കള്ളുടിയന്മാരോട് നമ്മളിതൊക്കെ പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തലമണ്ടയൊക്കെ പൊട്ടിയായ പ്രശ്നമാവും. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഡയറക്ടറെ ഒന്ന് കാണാൻ വന്നതാണ്, ഇവിടെ ഇരിക്കി. അപ്പോൾ ആ കാര്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മയുള്ളത്. അത് എന്തായാലും നന്നായി. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ വെക്കുക. അതെന്തിനാണ്? നിങ്ങൾക്ക് മൂല്യവിവേചനം ചെയ്യാനുള്ള ഒരു ഉപകരണമാണത്. ഇങ്ങനെ ഒരുപാട് ഇപ്പം നമ്മളെ ദൈവത്തെപ്പറ്റി, അക്ഷരത്തെപ്പറ്റി, അള്ളാഹുവിനെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ കേൾക്കുമ്പോൾ
ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി അബ്സല്യൂട്ട്. ഇവിടെ നോക്കിയിരിക്കും എല്ലാവരും, സുരാഗ ഇവിടെ ശ്രദ്ധിച്ചിരിക്കും, ഇവിടെ ശ്രദ്ധിച്ചില്ല എല്ലാവരും. അപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വാഹനം ഇങ്ങനെ അതിവേഗത്തിൽ പോവുകയാണ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു വാഹനം അതിവേഗത്തിൽ ഇങ്ങനെ പോവുകയാണ്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു വാഹനം അതിവേഗത്തിൽ പോവുകയാണ്. അപ്പോൾ ഒരു ബസ്സാണെന്ന് വിചാരിക്കുക, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, വർത്തമാനം പറയരുത്. ഒരു വാഹനം അതിവേഗത്തിൽ പോകുന്നു, ഒരു ബസ് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ പുറകെ കൂടെ ഒരു കാറ് പോകുന്നു. ഇതിൻ്റെ ബാക്കിൽ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്, വെള്ള ലൈറ്റ്, മഞ്ഞ ലൈറ്റ്, പച്ച ലൈറ്റ്, LED ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ചുവന്ന ലൈറ്റ് കത്തി. അപ്പോൾ അതിൻ്റെ അടയാളം എന്താണ്? അവിടെ എന്തോ അപകടം വന്നിട്ടുണ്ട്, നമ്മൾ വേഗത കുറയ്ക്കുകയാണ്, ബ്രേക്ക് ചവിട്ടുകയാണ്, പുറകിലുള്ള വണ്ടിയും ബ്രേക്ക് ചവിട്ടിക്കൊള്ളണം. അപ്പോൾ ആ ചുവന്ന ലൈറ്റ് കത്തിയാൽ അത് ഒരു പ്രതീകമാണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡേഞ്ചർ. അപ്പോൾ ഉടനെ പുറകിലുള്ള വണ്ടിയൊക്കെ ബ്രേക്ക് ചവിട്ടിക്കൊള്ളണം, സ്ലോ ആക്കണം, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കണം, ബ്രേക്കിൽ കാല് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു അടയാളം കാണുകയാണ്. അതുപോലെ ഒരു ശബ്ദം നമ്മളിങ്ങനെ അള്ളാഹു അല്ലെങ്കിൽ ബ്രഹ്മം, ദൈവം, കൃഷ്ണൻ, രാമൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് എ സൗണ്ട് സിമ്പിൾ. അതൊരു പ്രതീകമാണ്. അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അത് സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിലായ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി, കറണ്ട് പിന്നെയും വന്നു. പോയതൊക്കെ പിന്നെയും വരും, വന്നതൊക്കെ പിന്നെയും പോകും. അതെല്ലാം പ്രകൃതി സഹജമാണ്. അപ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇങ്ങനെ മതപരമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടിയിട്ടുള്ള സംസ്കാരം കുറവാണ്. പിന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ അറിയാം. ഇപ്പോൾ 2010 തൊട്ട് ഇവിടെ ക്ലാസ്സിൽ വരുന്നവരുണ്ട്, അവരൊക്കെ കുറച്ചൊക്കെ ഇത് പഠിച്ച ആൾക്കാരാണ്. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ മദ്രസയിൽ പോകുന്നവരാണ്. അവർ അവിടെ ഇങ്ങനെ അള്ളാഹുവിനെ പറ്റിയൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഒന്നും ചോദിച്ച് അത്ര ശീലമുള്ള ആളുകളല്ല. അതായത് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള അർജുനന്മാരല്ല. മനസ്സിലായ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ മാഷന്മാരാണ്. അദ്ദേഹം ഒരു മാഷാണ്, ഞാനൊരു മാഷ്, ഇദ്ദേഹം ഒരു മാഷാണ്. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഒരു ട്രഡീഷൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്, പല പോരായ്മകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുശിഷ്യ സംവാദം നടക്കുന്നതായിട്ട് തന്നെ കരുതുക. അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾ തന്നെ ചോദിക്കുമെന്ന് വിചാരിക്കുക, എന്താണ് സ്വാമി ഈ ബ്രഹ്മം, അല്ലെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ അള്ളാഹുന്ന് എല്ലാ ദിവസവും അള്ളാഹു അക്ബർ, അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ, ശിവശിവ 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 എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അതിനെ കുറച്ചൊക്കെ വിസ്തരിച്ചു. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു, പ്രയാണകാലേച്ച കഥം നേയോസി നിയതാത്മഭി. മരണസമയത്തും പ്രയാണകാലം എന്ന് പറയുമ്പോൾ അവസാന കാലം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളൊക്കെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കുന്ന ജീവിതം തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ജീവിതം ഇങ്ങനെ മൂത്ത് വരും, പിന്നെ പോകുന്ന കാലം വരും. പ്രയാണകാലം വരും. അതവിടത്തെ അല്ല. ഓ അത് ശരി. ശരി ഓക്കെ. ഞാൻ ഇത് ആവശ്യമില്ലാത്തന്ന് വിചാരിച്ചു. പ്രയാണകാലേച്ച കഥം യേയോസി നിയതാത്മഭിഹി. അപ്പോൾ തുടങ്ങിയതിനൊക്കെ ഒരു അവസാനമുണ്ട് അല്ലേ? ഇപ്പോൾ യജ്ഞം നമ്മൾ തുടങ്ങി, 23-ാം തീയതി തുടങ്ങി, ഇത് 29-ാം തീയതി തീരും. നിങ്ങളുടെ ജീവിതം
ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് തുടങ്ങി. ഇനി ഒരു കുറേ കഴിയുമ്പോൾ ആ ജീവിതം തുടങ്ങിയതിന് ഒരു അവസാനം വരും. ഒരു 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 പോക്കിൻ്റെ കാലം, അന്ധകാലം. പ്രയാണകാലേച്ച് നീതാത്മഭി കഥം ജ്ഞേയോസി. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലം, ഈ അവസാന കാലത്ത് ദൈവത്തെയൊക്കെ നമ്മൾ എങ്ങനെ സ്മരിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മളെങ്ങനെ ഓർക്കും? അത് സാധാരണഗതിയിൽ ദൈവവിചാരമൊക്കെ വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയാലേ അവസാനമാകുമ്പോൾ ദൈവവിചാരം ഉണ്ടാവുള്ളൂ. ഇല്ലേ? ആ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി ശീലിക്കണം. അങ്ങനെ ശീലിച്ചാൽ അവസാന കാലത്തും പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകാൻ തോന്നും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകും നിങ്ങൾക്കറിയാം. അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നതിന് പകരം നിങ്ങൾ മദ്യശാലയിലൊക്കെ പോവുകയും അവിടെ പോയി നിങ്ങളുടെ ജീവിതം നശിക്കും. ഇല്ലേ? അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതൊരു തുടക്കമുണ്ട്, പിന്നെ അതിന് ഒരു അവസാനമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ പ്രയാണകാലം, പോക്കിൻ്റെ കാലമായി. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നു. പിന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും വെച്ച് പറയുകയാണെങ്കിൽ ഇവർ ജീവിതമൊക്കെ തുടങ്ങി കുറേയൊക്കെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ മൂത്ത് വരികയാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, കുട്ടികൾ ശല്യമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളവിടെ ഇരിക്കും. കുട്ടികൾ സ്റ്റേജിൻ്റെ പുറകിലൊന്നും ശല്യം ഉണ്ടാക്കരുത്. മഹാപാപകർമ്മം ഒന്നും ചെയ്യരുത്. ഇപ്പം 8-ാം അധ്യായത്തിൻ്റെ 2 ഇവിടെ ശ്രദ്ധിച്ചിരി അതെല്ലാം ധർമ്മം അധർമ്മം എന്താണെന്ന് അറിഞ്ഞൂടാ. അത് ഇനി തിരിച്ചറിയാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ. അതല്ല, അതൊക്കെ കള്ളും കുടിച്ച് റോട്ടിൽ കിടന്ന് അടി കൂടി തലമണ്ട പൊട്ടിച്ചാകുകയുള്ളൂ. അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കുറച്ചെങ്കിലും നന്മയുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇരിക്കാൻ പറ്റത്തില്ല. ഉള്ളിൽ നന്മ ഉണ്ടെങ്കിൽ ഇരിക്കാൻ ഒക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ആകെ ബുദ്ധിമുട്ടാവും. ഇല്ലേ? നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് നന്മയുള്ളതുകൊണ്ട് ആണ് നിങ്ങൾ ഇരിക്കുന്നത്. നന്മ ഒട്ടുമില്ലാത്തവർക്കോ ഇരിക്കാൻ പറ്റത്തില്ല. വളരെ അസ്വസ്ഥയാവും. അപ്പോൾ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞ സംഗതികൾ? ദൈവമുണ്ടോ? എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മൾ ഈ യജ്ഞമൊക്കെ നടത്തുന്നത് എന്തിനാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾ നിങ്ങൾ തന്നെയാണെന്ന് വിചാരിക്കുക. ഉത്തരം പറയേണ്ട ആൾ ഞാൻ തന്നെയാണ്. പിന്നെ ഇദ്ദേഹം എനിക്ക് പറയാനായിട്ട് കുറച്ച് നേരം അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി സമയമൊക്കെ നമ്മുടെ അനന്തരാവകാശി ശാന്ത ചൈതന്യ പറയും. ഈ മൂന്നാമത്തെ ശ്ലോകം കൊണ്ട് വിസ്തരിച്ചിട്ട് ഞാൻ നിർത്തും. പിന്നെ സുരാജെ, അവിടെ നമ്മുടെ മണിയേട്ടനുണ്ടാന്ന് നോക്കി, അങ്ങ് വരാൻ പറഞ്ഞു. കുട്ടികളൊക്കെ ഇവിടെ ശ്രദ്ധിച്ചേരി. ഇവിടെ ഇരിക്കും. ആ മണിയാശാന അവിടെ ഉണ്ടെങ്കിൽ വരാൻ പറയും. മണിയാശാനെ, ഈ സ്റ്റേജിൻ്റെ പുറകിൽ കുറച്ച് കുട്ടികൾ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അവരെ ഒന്ന് ഓടിക്കും. അതിലേ പോയാൽ മതി. ഇതാണ് ഈ ലോകത്തുള്ള പ്രശ്നം. ഇതാണ് അധർമ്മത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ ധർമ്മത്തെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവും.
സ്റ്റേജിൻ്റെ അകത്ത് വന്നിരിക്കേണ്ട ആൾ സ്റ്റേജിൻ്റെ പുറകെ പോയിരിക്കും. അൻസാറേ, സ്റ്റേജിൻ്റെ അകത്തിരിക്കേണ്ട ആൾ അവിടെ പോയിരിക്കും, പുറത്ത് പോയിരിക്കും. അതെന്താണ്? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താണ് പറയും? അതിൻ്റെ കാരണം അധർമ്മത്തെ അവർ ധർമ്മമായിട്ട് കാണുന്നു, പ്രമാദം, തെറ്റുപറ്റിയിരിക്കുന്നു. ഇനി മറുപടി പറയുകയാണ്. അപ്പം നേരത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പം നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഉണ്ടാവും. അവന് അടങ്ങിയിരിക്കാൻ പറ്റുന്ന, അവൻ്റെ ഉള്ളിൽ പിശാച് അസ്വസ്ഥത ഉണ്ടാകുന്നു. അവൻ രഹസ്യമായിട്ട് കള്ളുപിടിക്കുന്നവനാണ്, അതാണ് കുഴപ്പം. അവൻ അപ്പൊ അവന് ഉത്തരം പറയാണ്, ശ്രദ്ധിച്ചത് കേട്ടോളേ. അക്ഷരം ബ്രഹ്മ പരമം ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ ഗുരു, ശിഷ്യൻ ചോദിച്ചു, അതിന് ഗുരു മറുപടി പറയുന്നു. അർജുനൻ ചോദിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരം പറയുന്നു. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരഃ വിസർഗ കർമ്മ സംജിതഃ. പരമം, അക്ഷരം, ബ്രഹ്മം, അവ രണ്ട് വിശേഷണങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോൾ ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലാഹു എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് പരമമായിരിക്കണം, നശിക്കാത്തതായിരിക്കണം. നശിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്. നശിക്കാത്തതിനെയാണ്, നശിക്കാത്തത് ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്. നശിക്കുന്നതാണെങ്കിൽ ഇന്നുള്ളത് നാളെ കാണൂല. മനസ്സിലായ? പിന്നെ അക്ഷരം പരമം, അക്ഷരം ബ്രഹ്മ, ഏറ്റവും ഉത്കൃഷ്ടവും നാശരഹിതമായതെന്തോ അത് ബ്രഹ്മം. അപ്പൊ ദൈവം എന്ന് പറയുന്നുണ്ട്, അള്ളാഹു എന്ന് പറഞ്ഞ, അള്ളാഹു ഉള്ളതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെ വിളിക്കുന്നത്. ദൈവം ഉള്ളതുകൊണ്ടാണ് ആളുകൾ ദൈവ വിചാരമൊക്കെ ചെയ്യുന്നതും അമ്പലത്തിലൊക്കെ പോകുന്നതും ദൈവികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും. ചിലർ പറയുന്നത് ദൈവമൊന്നുമില്ല, ദൈവത്തെയും ദൈവത്തിൻ്റെ ആളുകളെയും വർഗശത്രുവായിട്ട് കണ്ടുകൊണ്ട് അതിനൊക്കെ വെടിവെച്ച് കൊന്ന് അധികാരം പിടിച്ചെടുക്കുക. ഇപ്പോൾ ക്യൂബയിലൊക്കെ ചെയ്തതാണ്. ചെഗുവേര, ഫിദൽ കാസ്ത്രോ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, അവരൊക്കെ പറയുന്നത് എന്താണ്? ദൈവമില്ല, ദൈവത്തിൻ്റെ ആൾക്കാരൊക്കെ തട്ടിപ്പ് പരിപാടിയാണ്. അതുകൊണ്ട് ദൈവത്തിനെയും ദൈവത്തിൻ്റെ ആൾക്കാരെല്ലാം വെടിവെച്ച് കൊന്നിട്ട് അധികാരം പിടിച്ചെടുക്കണം. പള്ളി, അമ്പലം അതൊന്നും വേണ്ട. മനസ്സിലായ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതൊരു സംസ്കാരമായിട്ട് ഒരു ഭരണ വ്യവസ്ഥയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പോക്കൊക്കെ ഇങ്ങനെയാണ്. ദൈവത്തെയും ദൈവത്തിൻ്റെ ആളുകളെയും വർഗ ശത്രുവായിട്ട് കാണുകയും ഉന്മൂലനം ചെയ്യുക. പള്ളി, അമ്പലമൊക്കെ അതൊക്കെ ബോംബ് വെച്ച് തകർക്കുക, എന്നിട്ട് അധികാരം പിടിച്ചെടുക്കുക. റഷ്യയിലൊക്കെ അങ്ങനെ പള്ളിയൊക്കെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. പിന്നീട് അതൊക്കെ സഭയൊക്കെ പിന്നീട് വന്നു. ചൈനയിലൊക്കെ അതീവ ശക്തമായിട്ടാണ് ഈ ദൈവത്തിനെയും ദൈവത്തിൻ്റെ ആൾക്കാരെയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ വെടിവെച്ച് കൊന്ന് അവർ അധികാരം പിടിച്ചെടുത്തിരിക്കണം. മാവോയിസം, അതങ്ങനെ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ ലോകത്തിങ്ങനെ ധർമ്മ അധർമ്മങ്ങൾ തമ്മിൽ, വിരുദ്ധ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അത് എപ്പോഴും ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ട്. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. എന്നിട്ട് പിന്നെ ഇത് അവൻ പഠിച്ച് മനസ്സിലാക്കി ധാർമ്മികമായിട്ടുള്ള ജീവിതം
നയിക്കണം. ധാർമ്മികമായ ജീവിതം അള്ളാഹുവിനെയൊക്കെ വിചാരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകും. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സ്വഭാവം അധ്യാത്മം ഉച്ചതി. അപ്പോൾ ദൈവമുണ്ട്, ബ്രഹ്മമുണ്ട്, അതിൻ്റെ ഒരു ഭാവം, അതിൻ്റെ സ്വഭാവത്തെ അധ്യാത്മം എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ദൈവവും തമ്മിലുള്ള അഭേദമായ ബന്ധം അതെന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് ഇങ്ങനെ വന്നിരിക്കുക എന്ന് പറയുന്നത്. സ്വഭാവോ അധ്യാത്മമുച്ചതി. ശ്രദ്ധിച്ചിരിക്കുക. അൻസാറേ, നിനക്ക് ഒട്ടും അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, നീ പൊയ്ക്കോ, നീ ശല്യം ഉണ്ടാക്കണ്ട. ഇവിടെ ക്ലാസ് എടുക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അൻസാർ ദയവായി ക്ലാസ്സിൽ നിന്ന് പോകണം. പോവില്ല.